ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് എന്താണെന്നും ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല ഞാൻ ഇപ്രാവശ്യം ഇട്ടത് നന്ദൻകോട് ദേവസ്വം ബോർഡ് ഓഫീസിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ദേവസ്വം ബോർഡ് ഓഫീസാണ്, അതിൻ്റെ എൻട്രൻസാണ് കണ്ടത്. നമുക്കകത്തോട്ടേക്ക് പോകാം. ഞങ്ങളൊരു സ്ഥലമൊക്കെ കണ്ട് നേരത്തെ സീറ്റൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം നേരത്തെ കൊണ്ട് സാധനങ്ങളെല്ലാം വച്ചു. ഇപ്പം ഞാൻ ഒരു പൊങ്കാലയും ഒരു കട്ടുംപായസവും കുറച്ച് തിരളിയപ്പം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇരുന്ന് തിരളിയപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി കുഴച്ചൊക്കെ എടുത്തു. ഇനി അതൊന്ന് മെനഞ്ഞെടുക്കുകയാണ് വയണ ഇലയിൽ. അപ്പം അതൊക്കെ ഉണ്ടാക്കി ഒന്ന് റെഡിയാക്കി വയ്ക്കും. അതായത് 9:45 പൊങ്കാല ഇടുന്നത്, അടുപ്പിൽ തീ കത്തിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ കലത്തിലൊക്കെ വെള്ളം ഒക്കെ കൊണ്ടുവച്ച് പിന്നെ ഈ തിരളിയപ്പത്തിനുള്ള ഇതെല്ലാം റെഡിയാക്കി വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു പ്ലേസ് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് ഏതൊക്കെ ദിക്കിലുണ്ടോ അവിടെയൊക്കെ, കുറച്ച് സ്ഥലമുണ്ടോ അവിടെയൊക്കെ പൊങ്കാലയാണ്. അതായത് സ്ത്രീകളുടെ ശബരിമലയായ നമ്മുടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ അത് ചരിത്രപ്രസിദ്ധമാണ്. എവിടെ നിന്നും നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ ഇവിടെ വരുന്നുണ്ട് പൊങ്കാലയിടാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ രണ്ടെന്നില്ല, ഒത്തൊരുമയോടെയാണ് എല്ലാവരും നിന്ന് പിന്നെ പൊങ്കാലയിടുന്നത്. അപ്പം ഞാനിതാ ഇത് തിരളിയപ്പത്തിനെല്ലാം ഏകദേശം ഞാൻ കുറച്ച് വീതമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഞാൻ ഏകദേശം എല്ലാം റെഡിയാക്കി. ഇനി നമുക്കത് ഇഡ്ഡലി ചുടുന്ന കുട്ടുവത്തിലാണ് ഞാനത് വെക്കുന്നത്. ഒരു കുഞ്ഞു കുട്ടുക കൊണ്ടുവരുന്നു. അല്ലാതെ ഇത്രയുള്ള ഒരു കുഞ്ഞു കുട്ടുവത്തിലാണ് ഞാൻ തിരളിയപ്പം ഉണ്ടാക്കിയത്. കുറച്ച് അപ്പോൾ ഞാനിതൊക്കെ ഇടുന്നത് ഒന്ന് നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഞാൻ ഇതിൽ പൊങ്കാലയും ഇതിൽ ചെറിയൊരു പായസമാണ്, കടം പായസമാണ് വയ്ക്കുന്നത്. അങ്ങറ്റം വരെ ഉണ്ട്. അത് സമയമായി ഈ അടുപ്പിൽ തീ പകർത്താനുള്ള സമയമായി. അവിടെ അടുത്തൊരു വലിയൊരു ക്ഷേത്രമുണ്ട്, രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടുത്തെ വിളക്കിൽ നിന്ന് തീ കൊളുത്തി കൊണ്ടുവേണം നമുക്ക് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തീ പകർന്നു. ഇനി പെട്ടെന്ന് വെള്ളം തിളപ്പിക്കുക. അരിയൊക്കെ എല്ലാം കഴുകിയൊക്കെ വച്ചിട്ടുണ്ട്. അരി ഇടുക, തിളയ്ക്കുക. ഇതാണ് നമ്മുടെ ഇനി എല്ലാ ലക്ഷ്യം. അരി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കാപ്പി എന്തെങ്കിലും കുടിക്കുകയുള്ളൂ. അതിന് മുമ്പ് ഒരു ആഹാരം നമ്മൾ കഴിക്കില്ല. അരി തിളച്ച് കുരവയിട്ട് അരി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് അടുപ്പ് കത്തിച്ച് ഞങ്ങൾ പെട്ടെന്ന് അത് തിളയ്ക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുകയാണ്. നല്ല സൗകര്യമായിരുന്നു ദേവസ്വം ബോർഡ് ഓഫീസ്. അവരെല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്കും അതുപോലത്തെ ഊണ്, സദ്യ, അന്നദാനം കഴിച്ചു. വൈകുന്നേരം ആയില്ല, 2:15 നമുക്ക് നിവേദ്യം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് അടുപ്പിൽ റെഡിയാക്കി നമുക്ക് അരിയിടാൻ പോവുകയാണ്. ഞാൻ ഒന്നിൽ പായസത്തിനിട്ടു, അടുത്ത ഇതിൽ പൊങ്കാലയ്ക്കിടയാണ്. ആറ്റുകാലമ്മ ഒന്ന് മനസ്സിൽ വിചാരിച്ചു എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ ഉള്ളിൽ ഓരോ നേർച്ച കാണും, ഓരോ പ്രയാസങ്ങളാണ്, ഓരോ സന്തോഷങ്ങളാണ്. ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഓരോ കൈയും നമ്മുടെ പൊങ്കാല നമ്മുടെ കലത്തിലേക്ക് മൺകലത്തിൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് മൺകലത്തിൽ കടമ്പായസവും പൊങ്കാലയിടുന്നത്. ഇതിൽ വഴിപാടാണ് തിരളിയപ്പം. ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഈ കാണുന്ന ദേവസ്വം ബോർഡ് ഓഫീസാണ് നമ്മൾ മുന്നിലോട്ട് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അവർക്ക് അടുപ്പൊക്കെ നമുക്ക് പിടിച്ചു തന്നിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും അവിടെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അരി തിളച്ച് പൊങ്ങാറായി. അതായത് അരി തിളച്ച് പൊങ്ങി കളയണം എന്നാണ്. അതിനു മുമ്പേ നമുക്ക് ഇളക്കാനൊന്നും പാടില്ല. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. അതാണ്. അപ്പോൾ ഏകദേശം എനിക്ക് അരി ഒക്കെ പൊങ്ങി വരുന്നുണ്ട്.
എല്ലാവരും അറ്റുകാലമേ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഓരോ സ്ത്രീകളും പൊങ്കാല അടുപ്പിൽ അരി ഇടുന്നത്. നിറച്ചുണ്ട് രണ്ട് സൈഡിലും അങ്ങ് അറ്റം വരെ, ഓഫീസ് ഗ്രൗണ്ട് വരെയും ഓഫീസിൻ്റെ ഗ്രൗണ്ട്. തണൽ എവിടെയുണ്ടോ അവിടെയൊക്കെ ആൾക്കാർ വെയിൽ മാറി ഒരു കുറച്ച് തണൽ കിട്ടിയാൽ വെയിലത്ത് നല്ല വെയിലത്തിടുന്നവരും ഉണ്ട്. തണൽ മാറി ഒരു തണലത്ത് കിട്ടുന്ന സ്ഥലം നോക്കി ചെന്ന് അവിടെ എവിടെയായിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഇടുന്നവരും ഉണ്ട്. പിന്നെ റോഡിൽ നിറച്ചുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ദാഹജലം, ഇഷ്ടംപോലെ ദാഹജലം കിട്ടുന്നുണ്ട്. എല്ലാം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഓരോ സംഘടനകൾ ദാഹജലങ്ങൾ നമുക്ക് നമ്മുടെ ഇരിക്കുന്നിടത്ത് തന്നെ കൊണ്ടു തരുന്നുണ്ട്. എനിക്ക് എൻ്റെ പൊങ്കാല പൊങ്ങി കളയാറായി. ഇനി ഇളക്കി പൊങ്ങി കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഞങ്ങൾ തേങ്ങ കടും പായസത്തിനാണെങ്കിൽ ശർക്കര, നെയ്യ്, മുന്തിരിങ്ങ ഒക്കെ ഇടും. തിരളിയപ്പവും എല്ലാം ഏകദേശം റെഡിയായിട്ടുണ്ട്. കണ്ടില്ല, അങ്ങനെ അറ്റം രണ്ട് സൈഡിലും പൊങ്കാലയുണ്ട്. എല്ലാം റെഡിയായി. പൊങ്കാലയും തിരളിയപ്പവും കടും പായസവും എല്ലാം റെഡിയായി. ഇനി പോറ്റി നേരിട്ട്